ഹേ ഗൈസ്, ഞാനിന്നുള്ളത് വയനാട്ടിലാണ്. വയനാട്ടിലുള്ള ലൊണ്ടാനോ എന്ന് പറഞ്ഞുള്ള റിസോർട്ടിലാണ്. ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ. ഈ റിസോർട്ടിനെ കുറിച്ച് അധികം ആരും വീഡിയോ ഒന്നും ചെയ്തിട്ടുണ്ടല്ലോ. കാരണം ഈ റിസോർട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് ടൈം ആവുന്നേ ഉള്ളൂ. അതായത് ഒരു 3 മാസത്തിനടുത്തായിട്ടേ ഉള്ളൂ. അപ്പം ഇതാണ് ലൊണ്ടാനോ റിസോർട്ടിൻ്റെ മെയിൻ ഗേറ്റ് എന്ന് പറയുന്നത്. ഇതൊരു ലക്ഷറി പ്രീമിയം ലേക്ക് റിസോർട്ടാണ്. ഇത് വയനാട്ടിലാണ്. ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. ആരെ കോൺടാക്ട് ചെയ്യണം എന്നുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് കയറി വരുന്ന ലെഫ്റ്റ് സൈഡിൽ തന്നെ നമുക്ക് ഇതിൻ്റെ റെസ്റ്റോറൻറ്റ് കാണാം. ഒരു ഫുള്ളി ഓപ്പൺഡ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റാണ്. ഇതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് റിസപ്ഷനിലേക്ക് എത്താനും പറ്റും. അപ്പം ഇതാണ് അവിടുത്തെ റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത്. നമുക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ബൊഫേ ആയിട്ടാണ് ലഭിക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ റിസപ്ഷൻ ഏരിയയിലോട്ട് പോകാം. വളരെ നല്ല രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ള നല്ല ആംബിയൻസോട് കൂടിയുള്ളൊരു റിസോർട്ട് തന്നെയാണിത്. ഇത് 5 സ്റ്റാർ കാറ്റഗറിയുള്ള റിസോർട്ടാണ്. സോ ഇത് തുറന്നിട്ട് കുറച്ചായതുകൊണ്ട് തന്നെ അതിൻ്റേതായ നീറ്റ്നെസ്സും അതേപോലെ എല്ലാ കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നമുക്ക് ഇവിടെ കയറി വരുന്ന സമയത്ത് തന്നെ നമുക്ക് ഇതിൻ്റെ റിസപ്ഷൻ ഏരിയ കാണാം. പിന്നെ ഒരുപാട് ഏരിയകളുണ്ട്. അതായത് നമുക്ക് ഒന്ന് റിലാക്സ് ആയിട്ട് നടക്കാനും അതേപോലെ തന്നെ ഒന്ന് സംസാരിച്ചിരിക്കാനും അതുപോലെ കുറച്ച് ഏരിയകൾ ഇതിൽ റിസോർട്ടിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്ന രീതി തന്നെ അങ്ങനെയാണ്. അത് ഇങ്ങനെ കൺജസ്റ്റഡ് ആയിട്ടില്ലാതെ നമുക്ക് ഒരു വിശാലത തോന്നിക്കുന്ന രീതിയിലാണ് മൊത്തമായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് അവിടെ ചെന്നാൽ വേഗം മനസ്സിലാവുകയും ചെയ്യും. അതായത് എല്ലാ ഭാഗത്തൂടെ എയർ വരാനും അതുപോലെ ലൈറ്റ് വരാനുള്ള ഒരു സ്പേസ് ഉണ്ട്. നേച്ചുറായിട്ട് നമ്മൾ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു ഫീലാണ് തരിക. അതേപോലെ തന്നെ ഈ റിസോർട്ടിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ഇവിടെ മെയിനായിട്ടുള്ള കുറച്ച് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് പൂള്, അതുപോലെ തന്നെ സൈക്ലിംഗ് ട്രാക്ക്, ടർഫ്, പിന്നെ ഇൻഡോർ ഗെയിംസ് ഉണ്ട്, പിന്നെ റെയിൻ ഡാൻസ് ഫ്ലോർ എന്ന് പറയുന്ന വെറൈറ്റി സംഭവമുണ്ട്, പിന്നെ ചിൽഡ്രൻസ് പ്ലേ ഏരിയ ഉണ്ട്, അതേപോലെ തന്നെ ഫിഷിങ്ങും അതുപോലുള്ള കുറച്ച് ആക്ടിവിറ്റീസാണ് ഉള്ളത്. പിന്നെ ഇവിടുത്തെ പൂളിൻ്റെ സ്റ്റൈൽ എന്ന് പറയുന്നത് നമ്മളെ സ്റ്റാൻഡേർഡ് പൂളാണ്. ഒരു ഇൻഫിനിറ്റി പൂൾ ടൈപ്പാണ് വരുന്നത്. അതേപോലെ തന്നെ കിഡ്സ് പൂൾ ഏരിയയും വരുന്നുണ്ട്. പിന്നെ നമുക്ക് പറ്റിയ ബോൾ അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. പിന്നെ നമ്മൾ ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് നോക്കുകയാണെങ്കിൽ ഫുഡൊക്കെ അടിപൊളിയാണ്. പിന്നെ നമുക്ക് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ബുഫേ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബട്ട് ആളുകൾ കുറവായതുകൊണ്ട് ഇത് അറിയപ്പെട്ട് വരുന്നേ ഉള്ളൂ. അപ്പം ആളുകൾ കുറവായതുകൊണ്ട് നമുക്ക് ഓർഡർ ചെയ്ത് കഴിക്കേണ്ടി വന്നു. അത് കോംപ്ലിമെൻ്ററി ആയിരുന്നു. പിന്നെ ലഞ്ചും ഡിന്നറും ഒക്കെ നമ്മൾ അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഹൈ ടീ ഉണ്ടായിരുന്നു. ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു ലേക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു തണുപ്പ് എപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. മഴ പെയ്തില്ലെങ്കിൽ കൂടി ഒരു തണുപ്പ് എപ്പോഴും ഒരു മെയിൻറ്റെയിൻ ചെയ്തൊരു തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യും. അതേപോലെ തന്നെ ഇവിടെ റൂമിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ 4 ടൈപ്പ് റൂമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് സ്റ്റാൻഡേർഡ് റൂം, പിന്നെ സ്യൂട്ട് റൂം, പിന്നെ പ്രീമിയം സ്യൂട്ട് റൂം ആൻഡ് പ്രസിഡൻഷ്യൽ സ്യൂട്ട്. ഞാനിവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത് പ്രീമിയം സ്യൂട്ട് റൂമിലായിരുന്നു. ഇതിൻ്റെ കുറച്ച് വിഷ്വൽസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്നുള്ള കുറച്ച് ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് ഒരു മിനി ബാർ ഉണ്ടാവും, അതുപോലെ തന്നെ ചെറിയൊരു ലിവിങ് ഏരിയ ഉണ്ടാവും, പിന്നെ നമുക്കിവിടെ സേഫ് ലോക്കർ, ബാക്കി നോർമൽ കാര്യങ്ങളാണ്. പിന്നെ ഒരു മെയിനായിട്ട് എടുത്ത് പറയാൻ പറ്റുന്ന ഒരു വൈഡായിട്ടുള്ള ബാൽക്കണി ഉണ്ടാവും. അതായത് നമുക്ക് ഡാം വ്യൂ, പൂൾ വ്യൂ, അതേപോലെ തന്നെ ഗാർഡൻ വ്യൂ ഒക്കെ കിട്ടുന്ന ഒരു വൈഡായിട്ടുള്ള ഒരു ബാൽക്കണിയാണ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രസിഡൻഷ്യൽ ഷൂട്ടിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ജാക്കൂസി കൂടി ഉണ്ടാവും. അതാണ് മെയിൻ വ്യത്യാസം വരുന്നത്. അപ്പം നമുക്ക് എന്താ പറയുക, ഒരു പുതിയ റിസോർട്ട് ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായ നീറ്റ്നെസ് ഉണ്ടെന്ന് എടുത്ത് പറയേണ്ടിയിരിക്കുന്നത്. ഇതൊരു ഏകദേശം ഒരു 6 മണി 7 മണി ടൈമിലെടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് കാണാം കുറച്ച് കോടൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു തണുപ്പ്, ചെറിയൊരു കാറ്റ്, നമ്മളെ മൈൻഡ് എപ്പോഴും ഇങ്ങനെ റിലാക്സ് ആക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ആംബിയൻസ് ആണ് ഇവിടെ ഉള്ളത്. അതായത് നമുക്ക് എവിടെ ഇരുന്ന് കഴിഞ്ഞാലും ഒരു കാറ്റ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പം ഈ ഒരു എന്താ പറയുക, ഈ ഒരു റിസോർട്ട് കുറച്ച് ഉള്ളിലോട്ടായതുകൊണ്ട് തന്നെ നമുക്ക് അധികം വണ്ടികളെ ശബ്ദമോ ഒന്നുമില്ല. ഈ ഒരു വെള്ളത്തിൻ്റെയും അതേപോലെ തന്നെ എന്തായാലും ചെറിയൊരു കാറ്റുമായിട്ട് എവിടെ വേണേൽ ഇരുന്ന് കഴിഞ്ഞാൽ സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു റിസോർട്ട് തന്നെയാണിത്.
ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജാക്കൂസി ഉള്ള റൂമിലെ കുറച്ച് വിഷ്വൽസ് ആണ്. അപ്പം നമ്മളെ സെയിം ഡിസൈൻ പാറ്റേൺ ആണെങ്കിൽ കൂടി ഇവിടുത്തെ റൂമിൻ്റെ സ്ട്രക്ചറിന് ചെറിയ വ്യത്യാസമുണ്ട്. സെയിം ലിവിങ് ഏരിയക്ക് വരുന്നുണ്ടെങ്കിൽ കൂടി വേറെ സ്റ്റൈലാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് അവിടുത്തെ ഈ ജാക്കൂസി വരുന്ന ഏരിയ. ഈ റൂമിൻ്റെ ഒരു ടോട്ടൽ വ്യൂ ആണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏകദേശം കാര്യങ്ങൾ എങ്ങനെയാണെന്ന് മനസ്സിലാവും. അപ്പം ഞാൻ പറയുന്നത് ഞാനെടുത്ത പ്രീമിയം സ്യൂട്ട് റൂമാണ്. കുറച്ചുകൂടി എന്താ പറയുക, ജാക്കൂസി നമ്മളധികം യൂസ് ചെയ്യുമെന്ന് അറിയില്ല, യൂസ് ചെയ്യുന്നവർക്ക് അത് ചെയ്യാം. ബട്ട് അതാണ് കുറച്ചുകൂടി എന്താ പറയുക ഈ ഒരു നല്ലൊരു വ്യൂവും അതുപോലെ തന്നെ കിട്ടുന്നത് എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പം അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. അപ്പം ഇതാണ് ആ ഒരു റൂമിൻ്റെ ഒരു ഓവറോൾ വ്യൂ. ഓക്കെ, അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയിട്ടുണ്ട്. മോർണിംഗ് ഞാൻ നേരത്തെ എണീക്കാൻ കുറച്ചൊന്ന് ലേറ്റ് ആയിട്ടായിരുന്നു കിടന്നിട്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ആ ഒരു മിസ്റ്റിൻ്റെ ഒന്നും ഒരു വിഷ്വൽസ് എടുക്കാൻ പറ്റിയില്ല. പക്ഷേ എനിവേ ആ ഒരു തണുപ്പ് എന്തായാലും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ ഇനി പറയാൻ പോകുന്നത് ഞാനല്ല, ഇനി എന്താ പറയുക വ്ളോഗ് ചെയ്യാൻ പോകുന്നത് എൻ്റെ അനിയത്തിയാണ്. സോ ഓൾ പറഞ്ഞു തരും ഇവിടുത്തെ ഗെയിംസും അതേ പ്ലേ ഏരിയ ഒക്കെ എങ്ങനെയുണ്ടെന്ന്. അതിനു മുന്നേ ഈ ഒരു സോഫ ഉണ്ടല്ലേ, ഇതിനി സ്റ്റേ ചെയ്യാൻ പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്റ്റേ ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു സോഫേൻ്റെ ആ ഡീറ്റെയിൽസ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഒരു വെറൈറ്റി സോഫയാണത്. അപ്പോൾ ഇതെന്താണെന്ന് അറിയുന്നത് എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഹലോ ഗായ്സ്, നമ്മൾ റിസോർട്ടിലാണ് നിൽക്കുന്നത്. നമ്മൾ ഇൻഡോർ ഗെയിമിലേക്കാണ് പോകുന്നത്. ആ കോണി അറിയാൻ മതി. വരും. നമ്മുടെ ഇൻഡോർ ഗെയിമിലേക്കാണ് പോകുന്നത്. സ്വിമ്മിംഗ് പൂൾ നമുക്ക് കാണിച്ചത്. ഇതാണ് ഇൻഡോർ ഗെയിംസ്. ഇത് നമുക്ക് ഇങ്ങനെ തട്ടി കളിക്കാം. ഇങ്ങനെ തട്ടി കളിക്കുന്ന സാധനങ്ങളുണ്ട്. പിന്നെ ഇത് മറ്റേ ഫുട്ബോൾ കളിക്കുന്ന സ്ഥലമാണ്. ഇത് ചെസ്, ഇത് ലൂഡോ, നമ്മളെ കാലോട് തട്ടുന്നത്. ഇത് നമുക്ക് ഇങ്ങനെ ഗോളാക്കാൻ പറ്റുന്ന സാധനം. ഇതെന്താന്ന് എനിക്കറിയില്ല. ഇതാണ് ക്യാരംസ്. അതാണ് ഈ ഇൻഡോർ ഗെയിം ഉള്ളത്.
അപ്പോൾ ഗൈസ് കേട്ടല്ലോ, അതൊക്കെയാണ് ഇവിടുത്തെ റിസോർട്ടിലെ കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഈ റിസോർട്ട് സ്റ്റേ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, വിളിച്ച് ചോദിച്ച് ബുക്ക് ചെയ്തിട്ട് പോയിക്കോളൂ. അപ്പം എന്തായാലും അടിപൊളി സ്റ്റേ ആയിരിക്കും, നമുക്ക് ഒരിക്കലും ഇത് റിഗ്രറ്റ് ചെയ്യില്ല. സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ആംബിയൻസും അതേപോലെ തന്നെ നല്ലൊരു എന്താ പറയുക ഡിസൈനും കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ സൂപ്പറാണ്. അപ്പം അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഒരു വീഡിയോ ഇഷ്ടമെങ്കിൽ നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഒരു ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബും ചെയ്യുക. നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കമൻറ്റ് കൂടി ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ഓക്കെ ബൈ, അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.